ഒരു ഈസി മീൻകറി ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് ഉള്ളിയും ഇട്ട് കുറച്ച് ഇഞ്ചിയും അരിഞ്ഞിടണം. ഇഞ്ചി അരിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് വേപ്പിലയും പിന്നെ കുറച്ച് വെള്ളുള്ളിയും കൂടെ ആഡ് ചെയ്യാം. വേപ്പിലയും വെള്ളുള്ളിയും ആഡ് ചെയ്താണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി ഇതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മല്ലിയും മുളകും അരച്ചതാണ്, മിക്സിയിൽ അരച്ചെടുത്തതാണ്. മല്ലി എന്ന് പറഞ്ഞാൽ ഒരു പിടി മല്ലിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മുളക് ഒരു 8 മുതൽ 10 വരെ ഉണക്കമുളക് നമുക്ക് എടുക്കാം. എന്നിട്ട് ഇങ്ങനെ അരച്ചെടുക്കാം. ഈ അരപ്പാണ് നമ്മൾ മീൻകറിയുടെ അരപ്പായിട്ട് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യും. മഞ്ഞൾപ്പൊടി ഇട്ടിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്നിട്ട് നന്നായിട്ട് അത് ഇളക്കി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കളറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ആഡ് ചെയ്യുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കൂടെ നമ്മൾ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുന്നത്. അപ്പോൾ എരിവും ഉണ്ടാവത്തില്ല, എന്നാൽ നല്ലൊരു കളർ കറിക്ക് കിട്ടുകയും ചെയ്യും. അതാണ് നമ്മുടെ ഉദ്ദേശം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്യണം. മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് അതൊന്ന് സെറ്റായി ഒന്ന് ഇളക്കി വെക്കണം. ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അത്ര ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം പുളി, ആദ്യം നമ്മൾ 3 കഷ്ണം പുളിയിട്ട് പിന്നെ കുറേ മീനുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ 3 കഷ്ണം കൂടെ പിന്നീട് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നോക്കിയിട്ട് നമ്മുടെ കണക്കനുസരിച്ച് എത്രയാണോ പുളി വേണ്ടത് അത്രയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അങ്ങനെ തന്നെ വെക്കാം. ഇങ്ങനെ പതിയെ ഇളക്കാവുള്ളൂ. മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാതെ നമ്മൾ സൂക്ഷിക്കണം. ചാറ് നന്നായിട്ട് ഉള്ള ഒരു മീൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ പതിയെ പതിയെ വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. ഇങ്ങനെ സെറ്റാക്കി നമുക്ക് കുറച്ച് നേരം വെക്കാം. ഒരു 7-8 മിനിറ്റ് നമ്മൾ സിമ്മിൽ വെച്ചതിന് ശേഷം നോക്കുമ്പോൾ ഇങ്ങനെ മീൻ തിളക്കുന്നത് കാണാം. നമുക്ക് ചാറ് നന്നായിട്ട് തിളച്ച് വറ്റണം. വറ്റി വരുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ്. അപ്പം നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ചാറെല്ലാം വറ്റി മീൻ വെന്തതിന് ശേഷം നമുക്ക് മീൻകറി ഓഫ് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ സൂപ്പർ മീൻകറി.